ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗണിതശാസ്ത്ര ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിലൊരാളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏകദേശം 40ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പൈയുടെ മൂല്യം എത്രയാണ്? പൈയുടെ വാല്യൂ എത്ര? 22/7 അല്ലെങ്കിൽ 3.14. 22/7 അല്ലെങ്കിൽ 3.14 ആണ് പൈയുടെ മൂല്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 30, 132 എന്നീ സംഖ്യകളുടെ ഏറ്റവും ഉയർന്ന പൊതുഘടകം ഏതാണ്? 30, 132 എന്നീ സംഖ്യകളുടെ ഏറ്റവും ഉയർന്ന പൊതുഘടകമാണ് 6. ഇതേപോലെ പൊതുഘടകം കണ്ടുപിടിക്കാനുള്ള കുറേയധികം ചോദ്യങ്ങൾ ഗണിത ക്വിസിൽ ചോദിക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം: ഇനി പറയുന്ന സംഖ്യാശ്രേണിയിൽ അടുത്തത് എന്താണ്? ശ്രേണി ഇങ്ങനെയാണ്: 256, 289, 324, 361. അടുത്തത് ഏതാണ്? ആ പാറ്റേൺ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും ഈ സംഖ്യാശ്രേണിയിൽ അടുത്തത് വരുന്നത് 400 അഥവാ 400 എന്ന സംഖ്യയാണ്. നാലാമത്തെ ചോദ്യം: ത്രികോണമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ട്രിഗോണമെട്രി? ഹിപ്പാർക്കസ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ് ഫാദർ ഓഫ് ട്രിഗോണമെട്രി അഥവാ ത്രികോണമിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹിപ്പാർക്കസ്. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: ബൈനറി സംഖ്യാ സമ്പ്രദായം കണ്ടെത്തിയത് ആരാണ്? ബൈനറി സംഖ്യാ സമ്പ്രദായം കണ്ടെത്തിയത് ആര്? ലിബിനിസ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ് ബൈനറി സമ്പ്രദായം കണ്ടെത്തിയത്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലിബിനിസ്. ആറാമത്തെ ചോദ്യം ഇതാണ്: 5 എന്ന നമ്പർ അടിസ്ഥാനമായുള്ള സംഖ്യാ സമ്പ്രദായത്തിൻ്റെ പേരെന്താണ്? 5 എന്ന സംഖ്യ അടിസ്ഥാനമായുള്ള സംഖ്യാ സമ്പ്രദായത്തിൻ്റെ പേരാണ് ക്യൂനറി നമ്പേഴ്സ്. ഏഴാമത്തെ ചോദ്യം: ഏത് സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായമാണ് ഡീനറി? ഡീനറി എന്ന് പറയുന്ന സംഖ്യാ സമ്പ്രദായം 10 എന്ന സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂനറി എന്ന് പറയുന്ന സംഖ്യാ സമ്പ്രദായം 5 എന്ന നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. എട്ടാമത്തെ ചോദ്യം ഇതാണ്: പൈയുടെ വില ആദ്യ 6 സ്ഥാനം വരെ കണ്ടുപിടിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ പൈയുടെ മൂല്യം 3.14 ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പോയിന്റിന് ശേഷം കുറേയധികം സംഖ്യകളുണ്ട്. അതിലെ ആദ്യത്തെ 6 സംഖ്യകൾ കണ്ടെത്തിയത് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ആര്യഭട്ടനാണ്. ഒൻപതാമത്തെ ചോദ്യം: രാമാനുജൻ സംഖ്യ എത്രയാണ്? രാമാനുജൻ സംഖ്യ എത്ര? 1729 ആണ് രാമാനുജൻ സംഖ്യ. 1729 അതായത് 1729 ആണ് രാമാനുജൻ സംഖ്യ. മറക്കരുത്, 1729. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതേപോലെയുള്ള ക്വിസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്: ഗണിത തിലകം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ശ്രീപതി എന്ന് പറയുന്ന വ്യക്തിയാണ് ഗണിത തിലകം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീപതി. വീഡിയോയിലെ 11ാമത്തെ ചോദ്യം: ഏറ്റവും കുറഞ്ഞ വശങ്ങളുള്ള ബഹുഭുജം ഏതാണ്? ഏറ്റവും കുറഞ്ഞ സൈഡ്സ് ഉള്ള പോളിഗൺ ഏതാണ്? ഏറ്റവും കുറഞ്ഞ വശങ്ങളുള്ള ബഹുഭുജമാണ് ത്രികോണം. ഏറ്റവും കുറഞ്ഞ സൈഡ്സ് അഥവാ കോർണേഴ്സ് ഉള്ള ബഹുഭുജം അഥവാ പോളിഗൺ ആണ് നമ്മുടെ ട്രയാങ്കിൾ. 12ാമത്തെ ചോദ്യം: 10 അധിഷ്ഠിതമാക്കിയുള്ള സംഖ്യാരീതി ഏതാണ്? 10 അധിഷ്ഠിതമാക്കിയുള്ള സംഖ്യാരീതിയുടെ പേരാണ് ദശാംശ രീതി. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദശാംശ രീതി.
13ാമത്തെ ചോദ്യം ഇതാണ്. സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിതശാസ്ത്രജ്ഞൻ്റെ പേരാണ് പൈത്തഗോറസ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പൈത്തഗോറസ് ആണ് 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 14ാമത്തെ ചോദ്യം. ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സബ്ജക്റ്റ് ഏതാണ്? 14ാമത്തെ ചോദ്യം ഇതാണ്. സയൻസുകളിൽ തന്നെ സയൻസിൻ്റെ റാണി അഥവാ ക്യൂൻ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന സബ്ജക്റ്റ് ഏത്? ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മറ്റൊന്നും തന്നെയല്ല, നമ്മുടെ ഗണിതശാസ്ത്രം തന്നെയാണ്. ക്യൂൻ ഓഫ് സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാത്തമാറ്റിക്സ് ആണ്. 15ാമത്തെ ചോദ്യം. നീളം, വീതി, ഉയരം. നീളം, വീതി, ഉയരം എന്നിവ തുല്യമായ സ്തംഭം ഏതാണ്? അതായത് നീളം, അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇത് മൂന്നും തുല്യമായ ഒരു സോളിഡ് ഷേപ്പ് ഏതാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. ക്യൂബിൻ്റെ നീളവും വീതിയും ഹൈറ്റും ഒന്ന് തന്നെയാണ്. അതായത് നീളവും വീതിയും ഉയരവും ഒരേപോലെയായ, അതായത് തുല്യമായ ഒരു സ്തംഭമാണ് ക്യൂബ്. 16ാമത്തെ ചോദ്യം. ബ്രഹ്മസ്ഫുത സിദ്ധാന്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ബ്രഹ്മഗുപ്തനാണ് ബ്രഹ്മസ്ഫുത സിദ്ധാന്ത എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബ്രഹ്മഗുപ്തൻ. 17ാമത്തെ ചോദ്യം. വിശ്ലേഷക ജ്യാമിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ദക്കാർത്തെ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ് വിശ്ലേഷക ജ്യാമിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 18ാമത്തെ ചോദ്യം. കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം ഏതാണ്? കണക്കുകൂട്ടൽ യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രമാണ് നമ്മളിപ്പോൾ പറയുന്ന കമ്പ്യൂട്ടർ. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കമ്പ്യൂട്ടർ. 19ാമത്തെ ചോദ്യം. ലോഗരിതം കണ്ടുപിടിച്ചത് ആരാണ്? ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ലോഗരിതം? നാപ്പിയർ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ് ലോഗരിതം കണ്ടുപിടിച്ചത്. ആരാണ് ലോഗരിതത്തിൻ്റെ ഫൗണ്ടർ? ഉത്തരം നാപ്പിയർ. വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 20ാമത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും ചെറിയ ആഭാജ്യ സംഖ്യ ഏതാണ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ? സ്മോളസ്റ്റ് പ്രൈം നമ്പർ അഥവാ ഏറ്റവും ചെറിയ ആഭാജ്യ സംഖ്യ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 2 ആണ്. 21ാമത്തെ ചോദ്യം. നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ഹരിക്കുമ്പോൾ അഥവാ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കപ്പെടുന്ന സംഖ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഹരിക്കപ്പെടുന്ന സംഖ്യ അറിയപ്പെടുന്നത് ഹാര്യം എന്ന പേരിലാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഏത് നമ്പറാണോ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് ആ നമ്പർ ഡിവിഡൻഡ് എന്ന പേരിലും, അതേപോലെ ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അത് ഡിവൈസർ എന്ന പേരിലും, ഈ ഒരു ഡിവിഷൻ്റെ റിസൾട്ട് ക്വോഷ്യൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് മൂന്നും മറക്കരുത്. 22ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? യുക്തിഭാഷ എന്ന് പറയുന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം എന്ന് കരുതപ്പെടുന്ന കൃതി. ഇതേപോലെ ഈ യുക്തിഭാഷ എന്ന് പറയുന്ന കൃതി ആരാണ് രചിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജ്യേഷ്ഠദേവൻ എന്നെഴുതാവുന്നതാണ്. 23ാമത്തെ ചോദ്യം. ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? യൂക്ലിഡാണ് ജ്യാമിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജ്യാമിതി എന്ന് പറയുന്നത് ജോമെട്രിയാണ്. ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജോമെട്രി? അതിൻ്റെ ഉത്തരം യൂക്ലിഡാണ്. 24ാമത്തെ ചോദ്യം. ഗണിത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? 24ാമത്തെ ചോദ്യം ഇതാണ്. ഗണിത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കാൻഡർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഗണിത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 25ാമത്തെ ചോദ്യം. ചൈനയിൽ ആരംഭിച്ച പ്രശസ്തമായ ഒരു ഗണിതശാസ്ത്ര കളിയാണിത്. ഈ കളിയുടെ പേരെഴുതുക. മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്നത്. 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടാൻഗ്രാം. ഇതേ ചോദ്യം തന്നെ ടാൻഗ്രാം എന്ന ഗെയിം ഏത് രാജ്യത്തു നിന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ചൈനയാണ്. അപ്പോൾ 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മറക്കരുത്, ടാൻഗ്രാം.
26ാമത്തെ ചോദ്യം, ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കിമിഡീസ് ആണ് 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിലാണ്. അപ്പോൾ 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആർക്കിമിഡീസ്. 27ാമത്തെ ചോദ്യം ഇതാണ്: വ്യാസത്തിൻ്റെ പകുതി എന്താണ്? വ്യാസം എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. ഡയാമീറ്ററിൻ്റെ ഹാഫ് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, വ്യാസത്തിൻ്റെ പകുതി ആരം അഥവാ റേഡിയസ് ആണ്. ഡയാമീറ്ററിൻ്റെ പകുതി എന്താണ്? റേഡിയസ്. 28ാമത്തെ ചോദ്യം, 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 നമ്പർ ആയിരിക്കും. ആ 2 നമ്പറിൽ ഒന്നാമത്തേത് 1ഉം രണ്ടാമത്തേത് അതേ സംഖ്യ തന്നെയായിരിക്കും. 29ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പാസ്കൽ എന്നാണ് കാൽക്കുലേറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബ്ലെയ്സ് പാസ്കൽ എന്നാണ്. 29ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബ്ലെയ്സ് പാസ്കൽ. 30ാമത്തെ ചോദ്യം ഇതാണ്: വേദഗണിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? 30ാമത്തെ ചോദ്യം, വേദഗണിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഭാരതി കൃഷ്ണ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് വേദഗണിതത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീഡിയോയിലെ 31ാമത്തെ ചോദ്യം, കാപ്രേക്കർ സംഖ്യ എത്രയാണ്? കാപ്രേക്കർ സംഖ്യ എത്ര? 6174 6174 ആണ് കാപ്രേക്കർ സംഖ്യ. 6174 ആണ് കാപ്രേക്കർ സംഖ്യ. 32ാമത്തെ ചോദ്യം, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? 55 ആണ് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക അഥവാ സം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 55. 33ാമത്തെ ചോദ്യം, മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞ ആരാണ്? ചോദ്യം ഇതാണ്: മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞ ആര്? ശകുന്തള ദേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞയാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശകുന്തള ദേവി. 34ാമത്തെ ചോദ്യം, 0 ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറാണ് 0 ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം. 34ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കമ്പ്യൂട്ടർ. 35ാമത്തെ ചോദ്യം, നമ്മൾ നേരത്തെ യൂക്ലിഡ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനെ പറ്റി പറഞ്ഞു. അതേപോലെ ഇന്ത്യൻ യൂക്ലിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഭാസ്കരാചാര്യ എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ഇന്ത്യയുടെ യൂക്ലിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ യൂക്ലിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാസ്കരാചാര്യനാണ്. 36ാമത്തെ ചോദ്യം, 1നും 100നും ഇടയ്ക്ക് എത്ര ആഭാജ്യ സംഖ്യകളാണുള്ളത്? 1നും 100നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 25 ആഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പേഴ്സാണ് 1നും 100നും ഇടയിലുള്ളത്. 37ാമത്തെ ചോദ്യം, ബൈനോമിയ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ബൈനോമിയ എന്ന് പറയുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ന്യൂട്ടൺ ആണ് ബൈനോമിയ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. 37ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ന്യൂട്ടൺ. 38ാമത്തെ ചോദ്യം, നെഗറ്റീവ് കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? നെഗറ്റീവ് നമ്പേഴ്സ് കണ്ടുപിടിച്ച രാജ്യമേത്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് നെഗറ്റീവ് അഥവാ നെഗറ്റീവ് നമ്പേഴ്സിനെ കണ്ടുപിടിച്ചത്. ഇതേപോലെ നമ്മൾ നേരത്തെ ഒരു രാജ്യത്തെ പറ്റി പറയുകയുണ്ടായി. ടാൻഗ്രാം എന്ന് പറയുന്ന ഗെയിം കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ PDFും നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോയിലെ 39ാമത്തെ ചോദ്യം, സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആര്? സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആര്? കപിലൻ എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് സംഖ്യാദർശനം ആവിഷ്കരിച്ചത്.
അങ്ങനെ ഈ വീഡിയോയിലെ 39ാമത്തെ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ വീഡിയോയിലെ 40ാമത്തെ ചോദ്യമാണ് ബോണസ് ചോദ്യം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ഉത്തരവും വിന്നറിനെയും പ്രഖ്യാപിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.